ഇന്നത്തെ കാഴ്ചകൾ കണ്ടാലോ. ഇതിൻ്റെ കുറേ കാന്താരി അങ്ങ് ഇങ്ങുമായിട്ടൊക്കെ നിൽക്കുന്നു കേട്ടോ. അതങ്ങനെ നമ്മൾ പണ്ട് അയ്യത്തൊക്കെ പോയി പൂ വിൽച്ചാനും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇലയൊക്കെ ഉണ്ടോ നോക്കത്തില്ലേ, വട്ടയിലയോ ഈ ഉണങ്ങിയ വാഴയിലയോ അങ്ങനെയൊക്കെ. ഞാൻ ഇന്നത് ഇച്ചിരി ഉണങ്ങിയ വാഴയില എടുത്തു, അതിലോട്ട് കാന്താരി എല്ലാം പിച്ചിടാൻ പോവാം കേട്ടോ. ഇതിൻ്റെ വെള്ള കാന്താരി കേട്ടോ, അത് കുറേ ഉണ്ട്, കുറച്ച് പറിച്ചെടുക്കാമേ. നമുക്ക് ഇപ്പോഴും ഈ പണ്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഈ അയ്യത്തൊക്കെ പോയി ഓരോന്ന് പെറുക്കുന്നതും പിച്ചുന്നതും ഒക്കെ. സത്യം പറഞ്ഞാൽ അതേ ഒരു ഫീലിംഗ് കിട്ടും കേട്ടോ. ഇപ്പം നമുക്കിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പിച്ചിൽ ഇപ്പം എല്ലാം മിക്കവരുടെയും വീട്ടിൽ അയ്യത്തെല്ലാവരും ചെയ്യുന്നുണ്ട് ഇതൊക്കെ. ഇങ്ങനെ പോകണം നമ്മുടെ കൊച്ച് ഈ പണ്ടൊക്കെ എത്ര 80 വർഷങ്ങളിലോ അതിന് മുമ്പൊക്കെ ജനിച്ചവർക്കൊക്കെ ഇത് നല്ലൊരു ഫീലിംഗ് ആട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇറങ്ങാം. പക്ഷേ സൂക്ഷിക്കണം, എവിടെ പേടിക്കണ്ട, കാടൊന്നുമല്ല. കാന്താരി വളം ഇട്ടില്ലെങ്കിൽ അങ്ങ് ഇങ്ങൊക്കെ കിളിച്ചിരിക്കും. എന്നാൽ ഒരിടത്ത് പറിച്ച് കൊണ്ടുവച്ച് വെള്ളം ഒഴിച്ച് വളം ഇട്ടാൽ അതിന് കിളിക്കാനും വയ്യ, എടുക്കാനും വയ്യ. ആരും ശ്രദ്ധിക്കാതെ ഇരുന്ന് അത് നല്ല സുന്ദരിയായിട്ട് ഭംഗിയായിട്ട് നിന്നു. ഇത്രയും കാന്താരി കിട്ടി. നല്ല നാടൻ കപ്പയും ചേമ്പും എല്ലാം പുഴുങ്ങി ചുമന്നുള്ളിയൊക്കെ വെച്ച് അരച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ കാന്താരിയാണ്. ഇതിൻ്റെ ഫെയ്ത്ത് ഹോമിൽ ഓഡിറ്റോറിയം ക്ലീനിങ് പരിപാടിയിലാണ്. നമുക്ക് പ്രാർത്ഥനയുണ്ട്, അതിന് വേണ്ടി കസേരയെല്ലാം നല്ലതുപോലെ അടുക്കിയിട്ട് ഇതാണ് കണ്ടോ ഞങ്ങളുടെ ഓഡിറ്റോറിയം. അപ്പോൾ അതാണ് നടക്കുന്നത്. ക്ലീനിങ് എന്ന് വെച്ചാൽ എല്ലാം തൂത്ത് വാരി പൊടിയൊക്കെ കഴിഞ്ഞ് ഓരോ പ്രാർത്ഥന കഴിയും തോറും, ഓരോ പ്രോഗ്രാം കഴിയും തോറും തൂത്ത് വൃത്തിയാക്കി തുടച്ച് എല്ലാം ഇടുന്നത്. അടുത്തൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ലീനിങ്ങും കസേരയെല്ലാം അടുക്കിയിടുകയാണ്. ഇതിൻ്റെ കൂടെ സീതക്കുട്ടിയും വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കാന്താരിയെ നുള്ളി എടുത്ത് വേണ്ടേ നമ്മുടെ വാഴയിലയിൽ വെച്ച്. എൻ്റെ ഫെയ്ത്ത് ഹോമിലെ ഗാർഡനിൽ കുറച്ച് പഴയ മുളയൊക്കെ വെച്ച് ഇങ്ങനെ ഡെക്കറേഷൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം എന്താ പച്ച പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ വീഡിയോ എൻ്റെ ലിജുമോൻ കാണുവാണെങ്കിൽ ഉടനെ വിളിക്കും, ടീച്ചറേ ഇത് നമ്മുടെ ബ്രഷ് അല്ലേ എന്നും പറഞ്ഞ്. ഇതിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അവൻ വരും, ടീച്ചറേ നമ്മുടെ ബ്രഷ് എടുത്താണോ പെയിൻ്റ് അടിച്ചേന്ന് ചോദിച്ചു വരും. അങ്ങനെ ഇതാ പെയിൻ്റൊക്കെ അടിച്ച് കളറൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞാനും സീതക്കുട്ടിയും കൂടിയാണ് ഇതേണ്ടേ ഇങ്ങനെ ഈ വർക്കിലാക്കി ഇത് പെയിൻ്റ് അടിച്ച് ഞങ്ങൾ കഴിയുന്ന രീതിയിലൊക്കെ ഒന്ന് അടിച്ച് നോക്കിയതാട്ടോ. ഇങ്ങനത്തെ മുളയുണ്ടല്ലോ, നല്ല വളമൊക്കെ ഇട്ട് വളർത്തിയ മുളയാട്ടോ, അതാ ഈ കളറ്. പഴുക്കുന്നതിന് മുന്നേ ഞങ്ങൾ വെട്ടിവെച്ച്, അതുകൊണ്ടാണ് ഈ പച്ചയാക്കിയത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞയും കൊടുത്ത് ഒരു വ്യത്യാസമായിരിക്കണമല്ലേ. എല്ലായിടത്തും നോക്കുമ്പോൾ മഞ്ഞ മുളയും നല്ല ലൈറ്റ് പച്ച കളർ മുളയും അല്ലല്ലോ, ഈ പച്ച കളറിലെ മുളയുണ്ടെന്നൊന്ന് അറിയിക്കുന്നു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ വർക്ക്?